Hi students, welcome to Manorama Horizon. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ഇലക്ട്രിസിറ്റി ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ AC ജനറേറ്റേഴ്സും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറേറ്റർ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അങ്ങനെ പല ചാപ്റ്റേഴ്സ് ആൻഡ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോ ഇന്ന് we'll have a discussion about the applications and the precautions that we need to take care on dealing with electricity. Okay. So let's start. What is electrical energy? Electrical energy and its uses. So എന്താണ് electrical energy? നമുക്കറിയാം, നമുക്ക് സ്വിച്ച് ഇടുമ്പോൾ we are getting, നമ്മളിപ്പോൾ ഒരു ലൈറ്റിന്റെ സ്വിച്ച് ഇടുകയാണ്. സോ നമ്മൾ സ്വിച്ച് ഇടുന്ന മൊമെന്റിൽ തന്നെ we are getting light from ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ലൈറ്റ് സോഴ്സ് ആണെങ്കിലും നമുക്കൊരു ലൈറ്റ് കിട്ടും. സോ there is some form of energy. നമ്മൾ ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ some form of energy is being generated, right? So the electrical energy in the definition എന്താ? Energy generated by the movement of electron from one point to another point. So switch ഇടുന്ന ടൈമിൽ ഒരു സർക്യൂട്ട് ഉണ്ടാവും. That circuit closed down and electrons are moving and electrons are carrying energy, അല്ലേ? So electrical energy ക്ക് ഒരുപാട് uses ഉണ്ട് in our daily day-to-day life. Without electrical energy nothing will be possible as of now. നമ്മളിപ്പോൾ നമ്മുടെ ലോകത്ത് എങ്ങനെയാണോ ലൈക്ക് പല പവറിംഗ് മെക്കാനിസംസ് ഉണ്ട്, പല എല്ലാം നടക്കുന്നതിൽ ഇലക്ട്രിക്കൽ എനർജി ഹാസ് എ വെരി ബിഗ് റോൾ ഇൻ ഇറ്റ്. ഓക്കെ, സോ ഹൗ ഡു വി ഗെറ്റ് ഇലക്ട്രിസിറ്റി? നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്? നമ്മൾ ജസ്റ്റ് സ്വിച്ച് ഇടുമ്പോൾ ദർ ഈസ് ലൈറ്റ് അല്ലെങ്കിൽ ഫാൻ എല്ലാം കറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം കത്തുന്നുണ്ട്. സോ ഇലക്ട്രിസിറ്റി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? So there is the source of electrical energy known as power station. നമുക്ക് എല്ലാവർക്കും അറിയാം, പവർ സ്റ്റേഷൻസ് എന്ന് പറയുന്നത് is the place where large amount of electricity is generated, right? അതായത് കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട് ഹൈ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് പവർ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. സോ പവർ സ്റ്റേഷൻസ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ സ്റ്റേഷൻ ഉണ്ട്. അത് ബേസ്ഡ് ഓൺ എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്ക് മെയിൻലി 3 types of classification of power station ഉണ്ട്, which is hydroelectric power station, then thermal power stations are there, and third classification is nuclear power station. So ഈ 3 classificationsലും നമുക്ക് ടൈപ്പ് ഓഫ് പവർ സ്റ്റേഷൻസ് ഉണ്ട് ആൻഡ് വി ഗെറ്റ് പവർ, അതായത് പവർ ജനറേറ്റ് ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ടാണ് ഈ 3 ക്ലാസിഫിക്കേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, അതായത് വാട്ടർ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് ആണ്. സോ നമ്മൾ ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഡാമിലുള്ള വെള്ളത്തിന് ദർ വിൽ ബി പൊട്ടൻഷ്യൽ എനർജി. അത് നമ്മളൊരു പൈപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരും. സോ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും ആൻഡ് ആ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് നമ്മളൊരു മോട്ടർ, ഒരു ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ജനറേറ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ടെർബൈൻ. സോ അങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വേറെ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വാട്ടറിനെ നമ്മൾ ബോയിൽ ചെയ്യും ബൈ മീൻസ് ഓഫ് കോളോ അല്ലെങ്കിൽ അതുപോലത്തെ ഫ്യൂവൽസ് വെച്ചിട്ട് നമ്മൾ വാട്ടറിനെ ബോയിൽ ചെയ്തിട്ട് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്റ്റീം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് പവർ സ്റ്റേഷൻസിനെയാണ് നമ്മൾ എന്ത് തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ ആണ് സംഭവിക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ആറ്റംസ് ആണ്, അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് ന്യൂക്ലിയസ് ആണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. സോ ആ ഹീറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? വാട്ടറിനെ നമ്മൾ ഹീറ്റ് ചെയ്യും ആൻഡ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ആ സ്റ്റീം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യും ആൻഡ് ത്രൂ ജനറേറ്റേഴ്സ് വി ജനറേറ്റ് ഇലക്ട്രിസിറ്റി, റൈറ്റ്? സോ നമുക്ക് പവർ സ്റ്റേഷൻസിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജീന്റെ എമൗണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 11 kV ആണ് സ്റ്റാൻഡേർഡ്. സോ 11 kV ഉള്ള പവറിലുള്ള ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ പവർ സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഇലക്ട്രിക്കൽ എനർജി, സ്റ്റാൻഡേർഡ് ഇലക്ട്രിസിറ്റിന്റെ വോൾട്ടേജ് എത്രയാണ്? 230 volt ആണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. 230 volt ആണ് വേണ്ടത്. സോ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്കറിയാം, ലൈക്ക് വി ഹാവ് ടു സ്റ്റെപ്പ് ഡൗൺ, റൈറ്റ്? നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് 11 kV വോൾട്ടേജ് ഉള്ള ഇലക്ട്രിക് എനർജീനെ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 230 volt കൊണ്ടുവരണം. സോ പവർ സ്റ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റി അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ഇരിക്കുന്നത്. സോ അവിടെ നിന്നും നമ്മൾ എന്താണ് ട്രാൻസ്മിഷൻ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ പവർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ 11 kV ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആക്ച്വലി പവർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഫേസിൽ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ പവർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ഒരു വയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് ലോസസ് ഉണ്ടായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു I² RT. ഇതിൽ I എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്
and R is the resistance of the wire through which electric energy is passing, and T time of flow of current ആണ്. സോ നമുക്ക് ഹീറ്റ് ലോസ് ഉണ്ട്. അപ്പൊ ഇത്രയും ദൂരം നമ്മൾ ആ പവർ സ്റ്റേഷനിൽ നിന്നും വീട് വരെ എത്തുമ്പോൾ ഇത്രയും ദൂരം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഹീറ്റ് ലോസ് ഉണ്ടാവും. സോ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിന്റെ വോൾട്ടേജ് കുറയും, അല്ലെങ്കിൽ പവർ കുറയും. സോ ചെയ്യാൻ പറ്റുന്ന എന്താ, നമുക്ക് ഈ ഹീറ്റ് ലോസ് കുറയ്ക്കണം. ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ടൈം ഒരിക്കലും കുറയ്ക്കാൻ പറ്റത്തില്ല. കൂടുതൽ ടൈം എടുത്ത് കറന്റിനെ ഫ്ലോ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അറിയാം, നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട്. സോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വി നോ ദാറ്റ് പവർ എന്ന് പറയുന്നത്, പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. സോ ഇവിടെ നമ്മൾ പവർ നമുക്ക് ലൂസ്, ഹീറ്റ് ലോസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് പവറിന് ഒരു കോംപ്രമൈസസും വരാൻ പാടില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യും. കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി ദാറ്റ് മച്ച് പോസിബിൾ. സോ വാട്ട് വി ഡു ഇസ് വി ഇൻക്രീസസ് ദ വോൾട്ടേജ് ടു അറൌണ്ട് 220 വോൾട്ട് ഓർ 220 കിലോ വോൾട്ട്. ഓക്കെ, നമ്മൾ 11 കിലോ വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിച്ച് 220 കിലോ വോൾട്ട് ആയിട്ട് നമ്മൾ റേസ് ചെയ്യും. ആൻഡ് ദെൻ 220 കിലോ വോൾട്ട് ആണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഫർദർ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് വയ്ക്കും. അതായത് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ജംഗ്ഷൻസിലൊക്കെ ട്രാൻസ്ഫോമേഴ്സ് വയ്ക്കും. സോ ആ ട്രാൻസ്ഫോമേഴ്സ് എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിന്റെ റോൾ എന്താണ്, ദേ സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ്. കാരണം നമുക്ക് 220 കിലോ വോൾട്ട് നമ്മുടെ വീട്ടിന് ആവശ്യമില്ല, അത്രയും പവറിന്റെ ആവശ്യം നമുക്ക് ഒരിക്കലും ഇല്ല. സോ നമുക്ക് കണ്ട 230 ആണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൽ നിന്നുമാണ് നമ്മുടെ വീടുകളിലോട്ട് സപ്ലൈ വരുന്നത്. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് എന്ത് ചെയ്യും, ലൈക്ക് ദ സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ്. അതായത് ഇത് ഒറ്റ സ്ട്രെച്ചിലല്ല, ലൈക്ക് 220 വോൾട്ട് നിന്ന് ഡയറക്ട്ലി 230 വോൾട്ട് ആവുന്നില്ല. നമ്മൾ മൾട്ടിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിച്ച്, മൾട്ടിപ്പിൾ സ്റ്റെപ്പ് ഡൗൺ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വോൾട്ടേജ് കുറച്ച് കൊണ്ടുവരും. 220ൽ നിന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്യും 66 കിലോ വോൾട്ട്, അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദെൻ അഗൈൻ 11 കിലോ വോൾട്ട്, ദെൻ 230. സോ വൺ സ്റ്റെപ്പ് ലൈക്ക് ട്രാൻസ്ഫോർമേഷൻ അല്ല ഇവിടെ നടക്കുന്നത്. 220 നിന്ന് ഡയറക്റ്റ് 230 അല്ല, വി യൂസ് മൾട്ടിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ഓൺ ദ പാത്ത്. നമ്മൾ ഈ വരുന്ന വഴിക്ക് മൾട്ടിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 230 വോൾട്ടിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ 230 വോൾട്ട് ഈസ് എ സ്റ്റാൻഡേർഡ് വോൾട്ടേജ് ദാറ്റ് നമ്മൾ ഹൗസ് ഹോൾഡിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വോൾട്ടേജ് ആണ് 230 വോൾട്ട്. സോ ദിസ് ഈസ് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. സോ എങ്ങനെയാണ് നമുക്കറിയാം, ലൈക്ക് ഫ്രം ദ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ 230 വോൾട്ട് ലൈക്ക് 3 ഫേസ് ലൈൻസ് നമ്മൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ലൈക്ക് ഇലക്ട്രിക് പോസ്റ്റ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. സോ ദർ ഈസ് 3 ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും ഉണ്ടായിരിക്കും എല്ലാ ഇലക്ട്രിക്കൽ പോസ്റ്റിനും. സോ നമ്മൾ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷന് നമ്മൾ സിംഗിൾ ഫേസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഫേസിൽ നിന്ന് മാത്രമേ നമ്മൾ കണക്ഷൻ എടുക്കത്തുള്ളൂ. ആൻഡ് ആ ലൈനിനെയാണ് നമ്മൾ ഫേസ് ലൈൻ അല്ലെങ്കിൽ ലൈവ് ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ന്യൂട്രൽ ലൈനും ഉണ്ടാവും. ന്യൂട്രൽ ലൈനിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി പർപ്പസിനും കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമ്മളെ വീട്ടിലേക്ക് ഫേസ് ലൈൻ സിംഗിൾ ഫേസ് നിന്ന് നമ്മൾ കറണ്ട് എടുക്കുന്നു. ആൻഡ് വി ആർ യൂസിങ് ഇറ്റ് ഫോർ ഡിഫറെന്റ് പർപ്പസ്. നമ്മുടെ പല ലൈക്ക് ഇലക്ട്രിക് ഡിവൈസസ് പവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സിംഗിൾ ഫേസ് കറണ്ട് ആണ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഹാവിങ് എ വോൾട്ടേജ് ഓഫ് 230 വോൾട്ട്. ഓൾസോ നമ്മളിപ്പോ ഇലക്ട്രിക് പോസ്റ്റുകൾ 3 ഫേസസും 1 ന്യൂട്രലും ഉണ്ട്. അപ്പോൾ വോൾട്ടേജസ് ബിറ്റ്വീൻ ഫേസ് ആൻഡ് ന്യൂട്രൽ ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഒരു സിംഗിൾ ഫേസ് ലൈൻ എന്നുള്ള കറണ്ട് ആണ്. ലൈവ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ ഫേസ് ലൈൻ ആണ്. സോ സിംഗിൾ ഫേസ് ലൈനും ഉണ്ട്, ആൻഡ് വി ഓൾസോ ഹാവ് 1 ന്യൂട്രൽ ലൈൻ. സോ ന്യൂട്രൽ ലൈൻ ഉണ്ട്, 1 ഫേസ് ലൈൻ ഉണ്ട്. സോ ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദീസ് 2 ഈസ് 230 വോൾട്ട്. സോ നമ്മൾ എങ്ങനെ ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യുന്നത്, നമുക്കറിയാം എല്ലാ മാസവും നമുക്ക് കറണ്ട് ബില്ല് വരുന്നതാണ്. സോ കറണ്ട് ബില്ല് അവർ എങ്ങനെ മെഷർ ചെയ്യും, നമ്മൾ എന്തുമാത്രം കറണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. സോ ഈ ഒരു ഡിവൈസസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഈ ഡിവൈസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വാട്ട് മീറ്റർ എന്ന് പറയും. സോ ഈ വാട്ട് മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ മെഷറിങ് ദി ഇലക്ട്രിക്കൽ എനർജി അല്ലേ. വീട്ടിലുള്ള ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യുന്നത് വാട്ട് മീറ്റർ വെച്ചിട്ടാണ്. സോ അറിയാം, നമ്മൾ KSEB നിന്നും വരുന്ന ആൾക്കാർ നമ്മുടെ വാട്ട് മീറ്റർ അവർ റീഡിങ് നോക്കും. അവർ ജസ്റ്റ് ഒരു പേപ്പറിൽ റീഡിങ് നോക്കിയിട്ട് ഓക്കെ ഫൈൻ, നമ്മൾ ഇത്ര യൂണിറ്റ് എനർജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഗവൺമെന്റ് ഒരു ഫിക്സഡ് റേറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. ഓരോ യൂണിറ്റ് എനർജിക്ക് ഇത്ര രൂപ എന്നുള്ള ഫിക്സഡ് റേറ്റ് ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു മാസം എത്ര കറണ്ട് ബില്ല് വന്നു. സോ നോർമലി സമ്മർ ടൈമിൽ നമ്മൾ ഓബ്വിയസ്ലി കറണ്ട് ബില്ല് കൂടുതലായിരിക്കും. കാരണം മോസ്റ്റ് ഓഫ് ദ വീട്ടിൽ നമ്മൾ ഫാനിന്റെ ഉപയോഗം കൂടുതലായിരിക്കും, AC-ന്റെ ഉപയോഗം കൂടുതലായിരിക്കും. സോ കൂടുതൽ കറണ്ട് നമുക്ക് വേണം സമ്മർ ടൈമിൽ. കാരണം ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഫാൻ ഇടാണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. സോ കറണ്ട് ബില്ല് കൂടുന്നതായിരിക്കും. അപ്പൊ ഇത്
ദിസ് ഈസ് കോൾഡ് വാട്ട് മീറ്റർ. ആൻഡ് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി നമ്മുടെ ഒരു മാസത്തെ, അതായത് അവർക്കൊരു ടൈം പീരീഡ് ഉണ്ട്. അവരിപ്പോ ഈ മാസം വന്ന അടുത്ത നെക്സ്റ്റ് മന്ത് ഈ ടൈം വരും. അപ്പോൾ ഇത്രയും നാളത്തെ റീഡിങ് അവർ നോട്ട് ചെയ്ത് വെക്കും. ആൻഡ് നോട്ട് ചെയ്തിട്ട് ആ റീഡിങ് എത്ര യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മുടെ കറണ്ട് ബില്ല് വരുന്നത്. സോ അവർ മെഷർ ചെയ്യുന്നത് എത്ര ഇലക്ട്രിക്കൽ എനർജി നമ്മൾ യൂസ് ചെയ്തു എന്നാണ്. സോ വാട്ട് ഈസ് 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി? 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് 1 കിലോ വാട്ട് ഹവർ ആണ്. സോ എന്താണ് 1 കിലോ വാട്ട് ഹവർ? 1 കിലോ വാട്ട് ഹവർ, അതായത് 1 കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിന്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റിനെയാണ് നമ്മൾ 1 കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ 1 കിലോ വാട്ട് ഹവർ? 1 കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര സമയത്തേക്ക് ഒരു ഡിവൈസ് പ്രവർത്തിച്ചാലാണ് 1 കിലോ വാട്ട് ഹവർ ആവുന്നത്? സോ നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഇലക്ട്രിക്കൽ ഡിവൈസസിനും ഒരു പവർ അല്ലെങ്കിൽ ഒരു വാട്ടേജ് ഉണ്ട്. സോ ലെറ്റ്സ് സേ 1000 വാട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് നമ്മൾ 1 മണിക്കൂർ യൂസ് ചെയ്താൽ എ ഡിവൈസ് ഓഫ് പവർ 1000 watt when used for 1 hour consumes 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. സോ 1000 വാട്ടുള്ള ഒരു ഡിവൈസ് 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ എത്ര കറണ്ട് ആണോ എടുക്കുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്? 1 കിലോ വാട്ട് ഹവർ അല്ലെങ്കിൽ 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. സോ എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും, എല്ലാ ഇലക്ട്രിക്കൽ ഡിവൈസസിനും അതിൻ്റെതായ വാട്ടേജ് ഉണ്ട്. അതായത് ഇപ്പൊ ഫാൻ 700 വാട്ട് ആവാം. സോ അതുപോലെ നമ്മൾ ബൾബ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ പറയുമല്ലോ 20 വാട്ടിന്റെ ബൾബ് ഉണ്ട്, 50 വാട്ടിന്റെ. സോ ഓരോ ഇലക്ട്രിക്കൽ ഡിവൈസസിനും അതിൻ്റെതായ വാട്ടേജ് ഉണ്ട്. സോ നമ്മൾ ആ ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും എത്ര മണിക്കൂർ യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് ആ വാട്ട് മീറ്ററിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. സോ ടോട്ടലി ഇപ്പൊ 5 ഇൻസ്ട്രുമെന്റ്, ഇപ്പൊ നമ്മൾ 5 ഫാനാണ് ഉപയോഗിക്കുന്നത്. സോ 5 ഫാൻ ഓഫ് 700 വാട്ട് ആണ്. ഓരോ മണിക്കൂറും അത് യൂസ് ചെയ്യും തോറും എന്താണ് 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി നിങ്ങൾ യൂസ് ചെയ്തു എന്നാണ്. സോ ആ ഒരു മെഷർമെന്റ് വെച്ചിട്ടാണ് എന്ത് നമുക്ക് എത്ര യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി, അതായത് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അപ്ലയൻസസ് ഉണ്ട്. ആ അപ്ലയൻസസ്, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് എല്ലാം എത്ര മണിക്കൂർ പ്രവർത്തിച്ചു എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് എത്ര യൂണിറ്റ് എനർജിയാണ് നമ്മൾ യൂസ് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫ്രം ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ഹൗ മച്ച് ഇലക്ട്രിക്കൽ എനർജി ദാറ്റ് വി ഹാവ് യൂസ്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡത്തേക്ക് നമ്മൾ എത്ര ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കറണ്ട് ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ആൻഡ് അത് എന്താണ് മീൻ ചെയ്യുന്നത്? 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നതിന്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത് 1000 വാട്ട് പവർ ഉള്ള ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് നിങ്ങൾ 1 മണിക്കൂർ പ്രവർത്തിച്ചാൽ എന്തുമാത്രം ഇലക്ട്രിസിറ്റി വേണം അല്ലെങ്കിൽ എന്തുമാത്രം കറണ്ട് വേണം, അതിനെയാണ് എന്ത് പറയുന്നത് 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രിക്കൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈസസ് വിച്ച് യൂസസ് ഇലക്ട്രിക്കൽ എനർജി ടു റൺ ദെയർ കമ്പോണൻസ്. അതായത് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് അവരുടെ കമ്പോണൻസിനെ റൺ ചെയ്യുന്ന, അവരുടെ കമ്പോണൻസ് പ്രവർത്തിപ്പിക്കുന്ന മെഷീൻസ് അല്ലെങ്കിൽ ഡിവൈസസിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉണ്ട്. ഫാൻ ഈസ് എൻ എക്സാമ്പിൾ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന വീട്ടിലുള്ള ഒരുപാട് ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉണ്ട്. ടി വി ഈസ് ദെയർ, പിന്നെന്താ AC ഉണ്ട്, പലതുണ്ട്. റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ. സോ ദീസ് ആർ ഓൾ ഇലക്ട്രിക്കൽ ഡിവൈസസ്. കാരണം എന്താ? അതെല്ലാം ദേ റൺ ദെയർ കമ്പോണൻസ് വിത്ത് ദ പവർ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിന്റെ പവർ കൊണ്ടാണ് ഇവരെല്ലാം റൺ ചെയ്യുന്നത്. സോ ദീസ് ആർ കോൾഡ് ഇലക്ട്രിക്കൽ ഡിവൈസസ്. ഓക്കെ, സോ ഈ ഇലക്ട്രിക്കൽ ഡിവൈസസ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു പവർ ഉണ്ടായിരിക്കും. ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് പവർ ഓരോ ഇലക്ട്രിക്കൽ എനർജിയും കൺസ്യൂം ചെയ്യും. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അവരുടെ എത്ര യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി അവർ യൂസ് ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് യൂസിങ് ഡിവൈസസ്, അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ ഡിവൈസസ്, ഇപ്പൊ TV, ഫ്രിഡ്ജ്, മിക്സർ, ഗ്രൈൻഡർ, അതുപോലെ ഒരുപാട് ഇലക്ട്രിക്കൽ ഡിവൈസസ്. ഈ ഇലക്ട്രിക്കൽ ഡിവൈസസിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. കാരണം ചില സമയങ്ങളിൽ ഇപ്പൊ ഭയങ്കര ഇടിമിന്നലോ അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ള സമയത്ത്, ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പല ഇലക്ട്രിക്കൽ ഡിവൈസസും അടിച്ചു പോകും. ലൈക്ക് ഫ്യൂസ് ആയി പോവും, കത്തിപ്പോവും, അങ്ങനത്തെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിന്റെ റീസൺ എന്ന് പറയുന്നത് സഡൻ ഓവർഫ്ലോ ഓഫ് കറണ്ട്, പെട്ടെന്ന് കറണ്ടിന്റെ എമൗണ്ട് കൂടുക അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇലക്ട്രിക്കൽ ഡിവൈസസ് കേടാവുന്നത്. സോ അങ്ങനെ കേടാവാതിരിക്കാനും പ്ലസ് നമ്മളെ വീട്ടിലുള്ള ഈ ഇലക്ട്രിക്കൽ ഡിവൈസസ് എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണല്ലോ. അതായത് നമ്മൾ മിക്സർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രിഡ്ജ് നമ്മൾ ലൈക്ക് ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ കൈകാര്യം ചെയ്യുന്നതാണ്. സോ അതിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മെയിൻ സേഫ്റ്റി മെഷേഴ്സ് ഇതെല്ലാം എല്ലാവരുടെ വീട്ടിലും അല്ലെങ്കിൽ എല്ലാ ഫ്ലാറ്റുകളിലായാലും എല്ലാ
ഇൻഡസ്ട്രിയൽസിലായാലും ഓരോ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് ഇലക്ട്രിക്കൽ ഡിവൈസസിന്. സോ ഇത് മസ്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സം സേഫ്റ്റി മെഷേഴ്സ് ദാറ്റ് വി യൂസ്, നമ്മൾ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ചില ഇമ്പോർട്ടന്റ് സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സേഫ്റ്റി ഫ്യൂസ് ആണ്. സെക്കൻഡ് വൺ വിൽ ബി സർക്യൂട്ട് ബ്രേക്കേഴ്സ്. സോ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഓർ MCB എന്ന് പറയും. ആൻഡ് ദെൻ വി ഹാവ് ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. പിന്നെയുള്ള സേഫ്റ്റി മെഷർ എന്ന് പറയുന്നത് 3-pin പ്ലഗ് ആൻഡ് എർത്തിങ്. ഓക്കെ, സോ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുമ്പോൾ നമ്മുടെ സർക്യൂട്ട് ബ്രേക്ക് ആണ്. ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ കറണ്ടിന്റെ പാസേജ് ആ ഷോർട്ട് സർക്യൂട്ട് ലൈക്ക് ആ ഒരു പാത്തിലൂടെ, സോ കറണ്ട് വിൽ ഇൻക്രീസ്. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് കത്തിപ്പോവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത്, അപ്പൊ ആ ഒരു ടൈം, അതായത് ഷോർട്ട് സർക്യൂട്ട് എപ്പോഴാണ് ഉണ്ടാകുന്നത്, ആ ടൈമിൽ നമ്മുടെ ഫ്യൂസ് കട്ട് ആവണം. ലൈക്ക് നമ്മുടെ സർക്യൂട്ട് ഓപ്പൺ ആക്കണം. സർക്യൂട്ട് ഓപ്പൺ ആയാൽ പിന്നെ എന്ത്, കറണ്ട് ഫ്ലോ ഇല്ല. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സേഫ്റ്റി മെഷറാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് മെയിൻലി യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, ഇറ്റ് ഇസ് മെയിൻലി യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഷോർട്ട് സർക്യൂട്ട്. അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് സർക്യൂട്ട്, ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് അറിയാം, നമ്മൾ ഫ്യൂസ് കുത്തും, നമ്മൾ ഫ്യൂസ് ഉണ്ടല്ലോ, ഫ്യൂസ്. അപ്പൊ ഫ്യൂസിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു വയർ കെട്ടിവെക്കുന്നുണ്ട്. സോ ആ വയറിനാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. സോ വെന്നെവർ ഓവർലോഡിങ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കാരണം കറണ്ട് ഓവർലോഡ് ഉണ്ടായ ആ വയർ മെൽറ്റ് ആയി പോകും. മെൽറ്റ് ആയിട്ട് എന്ത് പറ്റും? ആ വയർ കത്തിപ്പോകുമ്പോൾ, മെൽറ്റ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി അത് പൊട്ടിപ്പോകും. സോ സർക്യൂട്ട് ഓപ്പൺ ആവും ആൻഡ് ദസ് നമ്മുടെ എൻറ്റയർ സർക്യൂട്ട് ഓപ്പൺ ആകുമ്പോൾ എന്ത് പറ്റും? കറണ്ട് ഫ്ലോ പിന്നെ ഉണ്ടാവില്ല. സോ ആ ഉപയോഗിക്കുന്ന വയറിന്റെ പെക്യുലാരിറ്റി അല്ലെങ്കിൽ വയറിന്റെ ഫീച്ചേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് വയറും സേഫ്റ്റി ഫ്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഉപയോഗിക്കുന്ന വയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന വയറിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്. കാരണം എന്താ? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള വയർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ഒരുപാട് ചൂടായാലും ആ വയർ പൊട്ടിപ്പോകത്തില്ല. സോ സർക്യൂട്ട് അപ്പോഴും ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കും. സോ അപ്പൊ കറണ്ട് ഫ്ലോ നടന്നുകൊണ്ടിരിക്കും ആൻഡ് പല ഡേഞ്ചറും നമുക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഷോർട്ട് സർക്യൂട്ട് കാരണം നമ്മുടെ ഡിവൈസസ് കത്തിപ്പോവാം, നമുക്ക് ഷോക്ക് അടിക്കാം, പല ഡേഞ്ചേഴ്സ് അതിലുണ്ടാകും. സോ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു വയറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് എപ്പോഴാണോ കറണ്ട് കൂടുന്നത്, ആ കറണ്ട് കൂടുന്ന ടൈമിൽ എന്തായാലും എന്ത് പറ്റും? ഇത് ചൂടാവും, നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ ഫ്യൂസ് വയർ ചൂടാവും. സോ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും? അത് മെൽറ്റ് ചെയ്ത് പൊട്ടിപ്പോവും. ഓക്കെ, സോ നോർമലി യൂസ് ചെയ്യുന്ന, നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. മെയിൻലി യൂസ് ചെയ്യുന്ന സേഫ്റ്റി ഫ്യൂസ് മെറ്റീരിയൽ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡിന്റെ ഒരു വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ യൂസിങ് ആസ് എ സേഫ്റ്റി ഫ്യൂസ് വയർ. സോ സേഫ്റ്റി ഫ്യൂസിന്റെ ഉപയോഗം എന്താ? സേഫ്റ്റി ഫ്യൂസ് വിൽ ബ്രേക്ക് ദ സർക്യൂട്ട് വെന്നെവർ ദ കറണ്ട് ഈസ് ഹൈ. ഓക്കെ, ബ്രേക്കിംഗ് ദ സർക്യൂട്ട്, അതായത് സർക്യൂട്ട് ഓപ്പൺ ആക്കണം. കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ സർക്യൂട്ട് ഓപ്പൺ ആക്കണം. സോ സർക്യൂട്ട് ഓപ്പൺ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് ഫ്ലോ കട്ട് ആവും. സോ ദാറ്റ് ഈസ് ദ യൂസേജ് ഓഫ് സേഫ്റ്റി ഫ്യൂസ്, ബ്രേക്കിംഗ് സർക്യൂട്ട്. എപ്പോ? വെൻ കറണ്ട് ഈസ് ഹൈ. ഓക്കെ, ഇതാണ് സേഫ്റ്റി ഫ്യൂസിന്റെ യൂസേജ് എന്ന് പറയുന്നത്. സോ സേഫ്റ്റി ഫ്യൂസ് എല്ലാവരുടെ വീട്ടിലുണ്ട്. നമ്മൾ വീട്ടിന്റെ പുറത്ത് നോക്കിയാൽ മീൻസ് ആ വാട്ട് മീറ്ററിന്റെ അടുത്ത് തന്നെ നമുക്കൊരു ഫ്യൂസ് ഉണ്ടാവും. ആ ഫ്യൂസ് ഊരാൻ പറ്റും. ഊരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദാറ്റ് എന്തോ ഒരു വയർ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഒരിക്കലും നമ്മൾ തന്നെത്താനെ ഊരരുത്. ഓൺലി വിത്ത് ദ ഗൈഡൻസ് ഓഫ് പാരന്റ്സ്. നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്വന്തമായിട്ട് അത് ഊരിയെടുക്കരുത്, ഡേഞ്ചർ ആണ്. സോ പാരന്റ്സിന്റെ ഗൈഡൻസ് കൂടി മാത്രം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ദിസ് ഈസ് സേഫ്റ്റി ഫ്യൂസ്. സോ സേഫ്റ്റി ഫ്യൂസിന് യൂസ് ചെയ്യുന്ന വയർ ഏതാണ്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഇറ്റ്സ് ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സേഫ്റ്റി മെഷർ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇപ്പൊ എല്ലാ വീടുകളിലും ഉള്ളതാണ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്. നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ത് പറ്റും? ഈ ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലൈക്ക് ട്രിപ്പ് ആവുമെന്ന് പറയും. പെട്ടെന്നൊരു ടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് നമ്മുടെ കറണ്ട് പോകും. അപ്പോൾ ചിലപ്പോൾ അടുത്ത വീടുകളിലൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടെങ്കിൽ ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഷോർട്ട് സർക്യൂട്ടിനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ കറണ്ട് ലീക്കേജ് ഉണ്ടാവാം. സോ അങ്ങനത്തെ ടൈമിൽ പെട്ടെന്നൊരു ടിക്ക് സൗണ്ട്, നമ്മുടെ ടിക്ക് സൗണ്ട് കേട്ടിട്ട് സർക്യൂട്ട് ബ്രേക്ക് ആവും, എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ കറണ്ട് പോകും. സോ ദാറ്റ് ഈസ് കോൾഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്. സെയിം ലൈക്ക് സേഫ്റ്റി ഫ്യൂസിന്റെ യൂസേജ് എന്താ? സർക്യൂട്ടിനെ ഓപ്പൺ ആക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലോസ് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യണം. സോ അതേ യൂസേജ് തന്നെയാണ് സർക്യൂട്ട് ബ്രേക്കറിന്, പക്ഷേ മെത്തേഡ് വിൽ ബി ഡിഫറെന്റ്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, MCB,
ആൻഡ് ദെൻ വി ഹാവ് ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഈ RCCB എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കറാണ് RCCB. RCCBന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റെസിഡ്യുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. ഓക്കെ, സോ ഇത് മൂന്നും the level of safety is different for these three circuit breakers. Residual current, ഇതാണ് RCCB എന്ന് പറയുന്നത്. ഓക്കെ, സോ സർക്യൂട്ട് MCBന്റെ യൂസേജ് അല്ലെങ്കിൽ MCB എപ്പോഴാണെന്ന് വെച്ചാൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ബ്രേക്സ് ദ സർക്യൂട്ട്. എപ്പോഴാണ്? എക്സസ് ഫ്ലോ ഓഫ് കറന്റ്. MCBയിൽ എക്സസ് ഫ്ലോ ഓഫ് കറന്റ് ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി സർക്യൂട്ട് ബ്രേക്ക് ആവും. സോ ദ പെർപ്പസ്, അതായത് ഓരോ സർക്യൂട്ട് ബ്രേക്കേഴ്സിന്റെയും പെർപ്പസും അല്ലെങ്കിൽ അവരുടെ ഒരു ഫംഗ്ഷനിങ്ങിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. എക്സസ് ഓഫ് കറന്റിന്റെ സമയത്ത് എന്ത് സംഭവിക്കും? സർക്യൂട്ട് ബ്രേക്സ്. ഓക്കെ, സോ അതിനാണ് MCB അല്ലെങ്കിൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത്. സോ എക്സസ് കറന്റ് ഉണ്ടാവാനുള്ള സാഹചര്യം ഏതാണ്? മെയിൻലി ഡ്യൂ ടു ഷോർട്ട് സർക്യൂട്ട് ആണ്. സോ ഷോർട്ട് സർക്യൂട്ട് ഉള്ള കേസിലാണ് എന്ത് സംഭവിക്കുന്നത്? MCB മെയിൻലി ഉപയോഗം വരുന്നത്. ഓക്കെ, സോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് എക്സസ് ആയിട്ട് ഫ്ലോ ചെയ്യും ത്രൂ എ പർട്ടിക്കുലർ പാത്ത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്നത് MCB വെച്ചിട്ടായിരിക്കും. ആൻഡ് ദെൻ ELCB എന്ന് പറയുന്നത് കുറച്ചും കൂടി സേഫ്റ്റി ഫീച്ചർ ഉള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ബ്രേക്കർ ആണ്. സോ ELCBയിൽ മെയിൻലി ഇൻസുലേഷൻ ഫെയിലിയേഴ്സ് വരുമ്പോഴാണ് ELCBന്റെ ഉപയോഗം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഇൻസുലേഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ നമ്മൾ അറിയാം, നമ്മളിപ്പോൾ TV, മിക്സറിന്റെ ഒക്കെ വയേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്ന വയർ എല്ലാം ഇൻസുലേറ്റഡ് ആണ്. അപ്പൊ ആ ഇൻസുലേഷൻ ഫെയിലിയർ, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇൻസുലേഷൻ ഫെയിൽ ആയെന്ന് സംഭവിക്കും, നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴും എന്ത് പറ്റും? കറണ്ട് ലീക്കേജ് സംഭവിക്കും. സോ കറണ്ട് ലീക്കേജ് സംഭവിക്കുമ്പോൾ ഈ കറണ്ട് ലീക്കേജ്, അതായത് സർക്യൂട്ടിനകത്തുള്ള കറണ്ട് ലീക്കേജ് ഈ ELCBക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് എന്ത് സംഭവിക്കും? സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. സോ അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ? വി വിൽ നോട്ട് ഗെറ്റ് ഷോക്ക്, നമുക്ക് ഷോക്ക് അടിക്കത്തില്ല അല്ലേ? സോ കറണ്ട് ലീക്കേജ് ഉണ്ടാവുന്ന കേസിൽ ELCB വിൽ ആക്ട്. ELCB അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മുടെ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. സോ വി വിൽ ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഇലക്ട്രിക്കൽ ഷോക്ക്. ഓക്കെ, ആൻഡ് RCCB അല്ലെങ്കിൽ റെസിഡ്യുവൽ സർക്യൂട്ട് കറന്റ് ബ്രേക്കർ എന്ന് പറയുന്നത് അതിന് ന്യൂട്രൽ കറന്റും ഫേസ് കറന്റും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് മോർ അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ. സോ രണ്ട് ടൈപ്പ് കറണ്ട് ആയിരിക്കും, ന്യൂട്രൽ കറണ്ട് ഉണ്ട്, ഫേസ് കറണ്ട് ഉണ്ട്. സോ ഫേസ് എന്നുള്ള കറണ്ടിലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ഷോക്ക് അടിക്കുന്നത്. സോ ലീക്കേജ് സംഭവിക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് കറന്റ് ആണെന്നുള്ളത് അതിന് ഡിറ്റക്ട് ചെയ്യാം. ആൻഡ് അത് വെച്ചിട്ട് ആ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. സോ ഇഫ് ഇറ്റ് ഈസ് ഫേസ് കറന്റ് ആണെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി ഇറ്റ് ഈസ് ഡേഞ്ചറസ്, ലൈക്ക് നമുക്ക് എർത്തിങ്ങിനുള്ള ചാൻസസ് ഉണ്ട്. സോ ദ സർക്യൂട്ട് വിൽ ബ്രേക്ക്. സോ ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഫേസ് കറന്റ് ആണോ വരുന്നത് ഓർ ന്യൂട്രൽ കറന്റ് ആണോ ലീക്കേജ് ആയിട്ടുള്ളത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നതാണ്, അതിനനുസരിച്ച് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ്. ELCB ആകുമ്പോൾ എന്താ? ELCBയിൽ കറന്റ് ലീക്കേജ് ഐദർ ഫേസ് കറന്റ് ആയാലും ന്യൂട്രൽ കറന്റ് ആയാലും കറന്റ് ലീക്കേജ് ഉണ്ടായാൽ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, സോ അതിൽ നിന്നും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് RCCB, റെസിഡ്യുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. സോ സർക്യൂട്ട് ബ്രേക്കേഴ്സിന്റെ മെയിൻ ഓൾ ത്രീ സർക്യൂട്ട് ബ്രേക്കേഴ്സിന്റെ മെയിൻ ഫംഗ്ഷനിങ് എന്താണ്? ടു ബ്രേക്ക് ദ സർക്യൂട്ട്, റൈറ്റ്? എപ്പോ? ഇൻ കേസ് ഓഫ് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ എക്സസ് കറന്റ് ഫ്ലോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ഫെയിലിയേഴ്സ് ഉണ്ടാകുമ്പോഴൊക്കെ സർക്യൂട്ട് ബ്രേക്ക് ചെയ്ത് നമ്മളെ ഡിവൈസസിനെയും നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സർക്യൂട്ട് ബ്രേക്കറിന്റെയും ഡ്യൂട്ടി. ഓക്കെ, സേഫ്റ്റി ഫ്യൂസിന്റെയും ഡ്യൂട്ടി അത് തന്നെയാണ്. നമ്മുടെ ടോട്ടൽ സർക്യൂട്ടിനെ അത് ബ്രേക്ക് ചെയ്യണം സോ ദാറ്റ് കറണ്ട് ഫ്ലോ വിൽ സ്റ്റോപ്പ് ദെയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സേഫ്റ്റി മെഷർ ആണ് 3-pin പ്ലഗ് ആൻഡ് എർത്തിങ് എന്ന് പറയുന്നത്. സോ 3-pin പ്ലഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചില ഡിവൈസസിന് ചില ഡിവൈസസിന്റെ പ്ലഗിനകത്ത് എന്തുണ്ടാവും? 3 പിൻ ഉണ്ടായിരിക്കും. സോ 3 പിൻ എന്ന് പറയുന്നത് 3 പിൻ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ഫോർ സേഫ്റ്റി പർപ്പസ്. സോ അതിലെ 2 പിൻ ഡിനോട്ട്സ് എന്ത്? നോർമൽ ഫേസും. തേർഡ് പിൻ എപ്പോഴും, അതായത് നിങ്ങൾ ആ പിന്നെ ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും, ഒരു പിൻ, അതായത് തേർഡ് പിൻ വിച്ച് ഈസ് ഇൻ ദ സെന്റർ വിൽ ഹാവ് ഹയർ ലെങ്ത് കൂടുതലായിരിക്കും ബാക്കി 2 പിന്നിനെ അപേക്ഷിച്ച്. സോ ദാറ്റ് പിൻ ഈസ് കോൾഡ് ആസ് എർത്ത് പിൻ. ഓക്കെ, എർത്ത് പിൻ എന്ന് പറയും. അതായത് ഈ എർത്ത് പിന്നിൽ കൂടെ ഒരു വയർ പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു അയൺ ബോക്സ് എടുക്കുകയാണെങ്കിൽ അയൺ ബോക്സിനകത്ത് 3 പിൻ, മോസ്റ്റ് ഓഫ് ദി അയൺ ബോക്സ് ഹാവ് 3 പിൻ പ്ലഗ്. സോ ഈ അയൺ ബോക്സ് എന്ന് പറയുന്നത് മെറ്റാലിക് ഇൻസ്ട്രുമെന്റ് ആണല്ലോ, ഒരു മെറ്റൽ കവറിംഗ് ആണുള്ളത് അയൺ ബോക്സിന്. ഇത് അയൺ ബോക്സ് ആണെന്ന് ലൈക്ക് സങ്കല്പിക്കുക. നമ്മുടെ അപ്പർ പോർഷൻ ഓഫ് അയൺ ബോക്സ് ആണെന്ന് അപ്പർ വ്യൂ, മോളിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പൊ അയൺ ബോക്സിന് നമുക്കറിയാം, അയൺ ബോക്സിന്റെ സർഫസ് എന്ന് പറയുന്നത് മെറ്റാലിക് സർഫസ് ആണ്. സോ
സോ ഇൻ കേസ് അതിനകത്തുള്ള ഒരു വയർ ഷോർട്ടായി അല്ലെങ്കിൽ അതിനകത്തുള്ള വയറിന് എന്തെങ്കിലും പൊട്ടൽ സംഭവിച്ചിട്ട് ആ മെറ്റൽ ഇതിൽ ടച്ച് ചെയ്ത് നിന്നാൽ, ആ മെറ്റൽ സർഫസിൽ ആ വയർ ടച്ച് ചെയ്ത് നിന്നാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ മെറ്റലിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. സോ എർത്ത് വയറിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, എർത്ത് വയർ എന്ന് പറയുന്നത്, എർത്ത് വയർ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ബോഡി. ഈ മൂന്നാമത്തെ വയർ, എർത്ത് വയർ എന്ന് പറയുന്നത്, ഈ എർത്ത് വയറിനെ ബോഡിയിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യും. ഓക്കെ, സോ എന്ത് സംഭവിക്കും? ഇൻ കേസ് ഒരു ഫേസ് ലൈൻ, അതായത് ഒരു പവർ ലൈൻ എന്തെങ്കിലും കാരണത്താൽ പൊട്ടിപ്പോയിട്ട് മെറ്റലിൽ കൊണ്ടാലും എർത്തിങ് നടക്കും. നമ്മുടെ ശരീരത്തിൽ കൂടെ കറണ്ട് ട്രാൻസ്ഫർ നടക്കത്തില്ല. പകരം എന്ത് സംഭവിക്കും? ഈ മെറ്റൽ ബോഡിയിൽ നിന്നും എർത്ത് വയറിലൂടെ കറണ്ട് തിരിച്ച് ഗ്രൗണ്ടിലോട്ട് എത്തും. ആൻഡ് നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. വീടുകളിൽ നമ്മൾ എർത്ത് ചെയ്യുന്നതിന്റെ റീസൺ എന്താണ്? ഷോക്ക് അടിക്കാതിരിക്കാനാണ് മെയിൻലി. അതായത് എന്തെങ്കിലും ഒരു ഡിവൈസസിന് ഇതുപോലെ കറണ്ട് ലീക്കേജോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ഫെയിലിയറോ ഉണ്ടായാൽ നമ്മൾ തൊടുമ്പോൾ ഷോക്ക് അടിക്കരുത്. പകരം എന്താണ്, ആ കറണ്ടിന് പാസ് ചെയ്ത് പോകാനുള്ള ഒരു സ്മൂത്ത് പാത്ത് ഉണ്ടാവണം. സോ ആ പാത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എർത്ത് വയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എർത്തിങ് കൊടുക്കുന്നത് വീടുകളിൽ. ഓക്കെ, സോ ദാറ്റ് എർത്തിങ് കൊടുക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണ്? പ്രോപ്പർ ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടാവും. നമ്മുടെ ദേഹത്തിൽ കൂടെ അല്ല, പകരം ആ വയറിൽ കൂടെ ഫ്ലോ ഓഫ് കറണ്ട് ആണ്. സോ ബേസിക്കലി നമ്മുടെ പ്രൊട്ടക്ഷൻ കൂടുതലായിരിക്കും. സോ എർത്ത് പിന്നിന്റെ 3 പിൻ പ്ലഗിന്റെ യൂസേജും അത് തന്നെയാണ്. 3 പിൻ പ്ലഗ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഫോർ ദ സേഫ്റ്റി പർപ്പസ്. ആൻഡ് തേർഡ് പിൻ ഈസ് ദി എർത്ത് പിൻ. എർത്ത് പിൻ എന്ന് പറയും. സോ എർത്ത് പിന്നിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്? എർത്ത് പിൻ വിൽ ബി ലാർജർ. അതായത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഈ 2 പിൻ നോർമൽ ഫേസിന് യൂസ് ചെയ്യുന്ന പിന്നേക്കാളും ലാർജർ ആണ്, നീളം കൂടുതലാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലഗ് നമ്മൾ കുത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം കോണ്ടാക്ട് വരുന്നത് എർത്ത് പിന്നായിരിക്കും. അതുപോലെ തന്നെ നീളം കൂടുതലായതുകൊണ്ട് ആദ്യം കോണ്ടാക്ട് വരുന്നത് എർത്ത് പിന്നായിരിക്കും. സോ സേഫ്റ്റി മെഷർ ഇൻക്രീസ് ആയി. അതുപോലെ തന്നെ നമ്മളത് പ്ലഗിനെ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ എന്താണ്, സോക്കറ്റിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം കോണ്ടാക്ട് വരുന്നത് എർത്ത് പിന്നാണ്. സോ അപ്പോഴും നമുക്ക് സേഫ്റ്റി മെഷർ കൂടുകയാണ്. ഇൻ കേസ് ഇപ്പൊ കുത്തുന്ന സമയത്ത് എന്തെങ്കിലും ഷോക്ക് ഉണ്ടെങ്കിൽ തന്നെ എർത്ത് പിന്നായിരിക്കും ആദ്യം കോണ്ടാക്ട് വരുന്നത് സോക്കറ്റിൽ അല്ലെങ്കിൽ സർക്യൂട്ടുമായിട്ട്. സോ എർത്ത് പിന്നുള്ളതുകൊണ്ട് നമുക്ക് ഷോക്ക് അടിക്കത്തില്ല. സോ ദാറ്റ് ഈസ് ദ യൂസേജ് ഓഫ് 3 പിൻ പ്ലഗ് ആൻഡ് എർത്തിങ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സേഫ്റ്റി മെഷർ ആണ്. ഇത് നമ്മൾ ജനറലി മീൻസ് ഈ 3 പിൻ പ്ലഗ് ആക്ച്വലി നമ്മൾ ആസ് എ ഹോൾ നമ്മൾ വീട്ടിലല്ല വെക്കുന്നത്, ഇത് ഓരോ ഡിവൈസസിലും വെക്കുന്നതാണ്. 3 പിൻ പ്ലഗ് ആർ യൂസ്ഡ് ഇൻ ഡിഫറെന്റ് ഡിവൈസസ്. ഫ്രിഡ്ജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രിഡ്ജിന്റെ പ്ലഗ്, അതുപോലെ തന്നെ മെയിൻലി അയൺ ബോക്സിന്റെ പ്ലഗ്. സോ ഇതിനെല്ലാം 3 പിൻ പ്ലഗ് വെക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദീസ് ആർ ദ സേഫ്റ്റി മെഷേഴ്സ്. എവിടെ നമ്മൾ വീടുകളിൽ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സേഫ്റ്റി മെഷേഴ്സ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? സേഫ്റ്റി ഫ്യൂസ് ആയിരുന്നു. പിന്നെ ഉള്ളത് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. ആൻഡ് ദെൻ 3 പിൻ പ്ലഗ് ആൻഡ് എർത്തിങ്. ഓക്കെ, സോ ഇലക്ട്രിക് ഷോക്ക്. എന്താണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത്? സോ നമുക്കറിയാം, നമുക്കിപ്പോ ഇൻസുലേഷൻ ഫെയിലിയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഷോർട്ട് സർക്യൂട്ടിങ് ഒക്കെ സംഭവിച്ചാൽ ദർ ആർ ചാൻസ്. നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. സോ നമ്മൾ ഓൾറെഡി ഗ്രൗണ്ടിലാണ് എപ്പോഴും ടച്ച് ചെയ്ത് നിൽക്കുന്നത്. സോ നമ്മുടെ ഗ്രൗണ്ടും നമ്മൾ തൊടുന്ന ഫേസ് ലൈനും തമ്മിൽ എപ്പോഴും 230 വോൾട്ടിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? കറണ്ട് ഈസി ആയിട്ട് നമ്മുടെ ബോഡിയിലൂടെ ഫ്ലോ ചെയ്യും. സോ വി ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക്. സോ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് ഭയങ്കര പൊട്ടൻഷ്യൽ ഡേഞ്ചർ ഉള്ള ഒരു കാര്യമാണ്. സോ അതിൽ നിന്നും നമ്മൾ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. വി യൂസ് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊന്ന് വി ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ യൂസിങ് ഇലക്ട്രിക്കൽ ഡിവൈസസ്. നമ്മൾ ഇലക്ട്രിക്കൽ ഡിവൈസസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ആൻഡ് അനദർ വൺ ഈസ് യൂസിങ് പ്രോപ്പർ ഇൻസുലേഷൻ ഫോർ എവറിത്തിങ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഡിവൈസസ് എല്ലാം പ്രോപ്പർലി ഇൻസുലേറ്റഡ് ആണോ നോക്കണം. പിന്നെ അതുപോലെ ഡു നോട്ട് ടച്ച് ഡയറക്ട്ലി നമ്മൾ മെറ്റൽ, അതായത് ഒരു മെഷീൻ, ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിന്റെ മെറ്റൽ പാർട്സിൽ ഡയറക്റ്റ്ലി കോണ്ടാക്ട് വരുത്താണ്ടിരിക്കുക. ഓക്കെ, മെറ്റൽ പ്ലേറ്റിനെ വി ഷുഡ് നെവർ ടച്ച്. വി ഷുഡ് നോട്ട് ഡയറക്ട്ലി കം ഇൻ കോണ്ടാക്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. സോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഡയറക്ട്ലി ടച്ച്. ഓക്കെ, നമ്മൾ പ്രിക്കോഷൻസ് എങ്ങനെ നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക്കൽ ഡിവൈസസ് ഒരിക്കലും വെറ്റ് ഹാൻഡ്, നമ്മൾ നനഞ്ഞിരിക്കുമ്പോൾ ഒരിക്കലും ഇലക്ട്രിക്കൽ ഡിവൈസസ് ഇരിക്കുക. അതായത് ഇപ്പൊ നമ്മൾ കുളിച്ചു വന്നു കഴിഞ്ഞാൽ ഡയറക്ട്ലി ചെന്ന് ടിവിയുടെ സ്വിച്ച് ഇടുക അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ചാർജർ കുത്തുക. സോ അതൊന്നും ചെയ്യാതിരിക്കുക. ദർ ആർ ചാൻസസ് വെറ്റായിട്ടിരിക്കുമ്പോൾ കൂടുതൽ കണ്ടക്ടിവിറ്റി കൂടും. സോ ചാൻസസ് കൂടും നമുക്ക് ഷോക്ക് അടിക്കാനുള്ളത്. പിൻസ് ഫ്രം ദ സോക്കറ്റ് ഓൺലി ആഫ്റ്റർ സ്വിച്ചിങ് ഓഫ് ദ പവർ സപ്ലൈ. നമ്മൾ ഇത് നമുക്ക് സ്ഥിരമുള്ള ഒരു സ്വഭാവമാണ്. ഈവൻ
പലർക്കും ഉണ്ടാവും, ഈവൻ എനിക്ക് പോലും ഉണ്ടായിട്ടുള്ള ഒരു സ്വഭാവമാണ്. ലൈക്ക് നമ്മൾ മൊബൈൽ ചാർജർ ഒക്കെ കുത്തി വെക്കുമ്പോൾ നമ്മൾ കുത്തിയിട്ട് അത് യൂസേജ് കഴിഞ്ഞ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ്ലി നമ്മൾ ആ ചാർജർ സോക്കറ്റിൽ നിന്ന് പുറത്തെടുക്കും. സോ ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. നമുക്ക് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഓൾവേസ് സ്വിച്ച് ഓഫ് ദ പവർ സപ്ലൈ ആൻഡ് ദെൻ റിമൂവ് ദ സോക്കറ്റ്, റിമൂവ് ദ പ്ലഗ് ഫ്രം ദ സോക്കറ്റ്. ഓക്കെ. പിന്നെ അതുപോലെ ഇന്റീരിയർ പാർട്ട് ഓഫ് ടി വി കേബിളിന്റെ അകം ഇറ്റ് ഈസ് ലൈക്ക് കേബിൾസ് ഉണ്ടാവും, മെറ്റൽ ആണ്. സോ ഇന്റീരിയർ പാർട്ട് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസസിന്റെ മെറ്റൽ പാർട്ടിൽ ഡയറക്ട്ലി കോൺടാക്ട് നമ്മൾ ടച്ച് ചെയ്യാതിരിക്കുക. ആൻഡ് ഡു നോട്ട് ഫ്ലൈ കൈറ്റ്സ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈക്ക് ഇലക്ട്രിക് ലൈൻസിന്റെ അടുത്ത് നമ്മൾ കൈറ്റോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പ്ലേഫുൾ ആക്ടിവിറ്റീസ് നിയർ ദി ഇലക്ട്രിക് ലൈൻ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഒക്കെ അരികിൽ നമ്മൾ പ്ലേഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാക്സിമം ഒഴിവാക്കുക. സോ ഇത്തരം പ്രിക്കോഷൻസ് ആണ് നമ്മൾ എന്ത് ബേസിക് പ്രിക്കോഷൻ. ദീസ് ആർ സം വെരി ബേസിക് പ്രിക്കോഷൻസ് ഇൻ ഓർഡർ നോട്ട് ടു ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക്. ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താ, സോ വിൽ സമ്മറൈസ് വാട്ട് വി ഹാവ് ലേൺ സോ ഫാർ. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, അതായത് വീട്ടിലത്തേക്ക് നമ്മൾക്ക് എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ പവർ പ്ലാന്റിൽ നിന്നാണ് നമുക്ക് എന്ത് ഇലക്ട്രിക് എനർജി കിട്ടുന്നത്. സോ പവർ പ്ലാന്റിൽ നിന്ന് വി യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വീടുകളുടെ ഇലക്ട്രിസിറ്റി എത്തുന്നത്. സോ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇലക്ട്രിക് ഡിവൈസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈക്ക് ഇലക്ട്രിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഡിവൈസസിനാണ് ഇലക്ട്രിക് ഡിവൈസസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ്, നമ്മൾ ഇലക്ട്രിക് ഡിവൈസസിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന സേഫ്റ്റി മെഷേഴ്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ മെയിൻലി 3 ടൈപ്പ് സേഫ്റ്റി മെഷർ ആണ്. സേഫ്റ്റി ഫ്യൂസ് ഈസ് ദർ, ദെൻ വി ഹാവ് സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 3-pin പ്ലഗ് ആൻഡ് എർത്തിങ്. സോ ദീസ് ആർ ദ 3 സേഫ്റ്റി മെഷേഴ്സ് ദാറ്റ് വി ഹാവ് സീൻ ഓർ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. ആൻഡ് ദെൻ നമ്മൾ പ്രിക്കോഷൻസ്, ഇലക്ട്രിക് ഷോക്ക് കിട്ടിയാൽ വേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് എന്താ, ലൈക്ക് വെനെവർ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ അവർ ബോഡി ഇറ്റ് ഈസ് നോട്ട് ഗുഡ് അല്ലേ. അപ്പൊ അതിനാണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ഷോക്കിന് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ബേസിക് പ്രിക്കോഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. സോ ദീസ് ആർ ദ തിങ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലേൺ ചെയ്ത അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഈ. ഓക്കെ. നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്ററുമായിട്ട് വരും. അടുത്ത ചാപ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ hope that everyone has understood all the concepts that we have discussed. Okay. So see you. Manorama Horizon, learning made simple.